ഒരു വടക്കൻ വീരഗാഥ 35 വർഷത്തിന് ശേഷം 4Kയിൽ റിലീസ് ചെയ്തു നിലയ്ക്കണം. ടെക്നോളജിയുടെ വളർച്ച ആ സിനിമയെ കുറെ കൂടി ആസ്വാദ്യകരമായ രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആ സിനിമ കണ്ട് തിയേറ്ററിലിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുപോയി. സിനിമാക്കാർക്ക് അതിൽ പരിക്കേറ്റിരുന്നു. പരിക്കേൽക്കുക മാത്രമല്ല, ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ഘട്ടമുണ്ട്. ഈ സിനിമ PV ഗംഗാധരൻ നിർമ്മിക്കുന്നതിന് മുൻപ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്, അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചത് ഉദയ സ്റ്റുഡിയോ ആയിരുന്നു. അതിൻ്റെ കൂടി ഈ ചരിത്രത്തിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമ വിജയിക്കുമ്പോൾ സന്തോഷകരമാണ്. സിനിമ നന്നായിട്ടും അത് സാമ്പത്തികമായിട്ട് പരാജയപ്പെടുമ്പോൾ ഇത്തിരി വിഷമമുണ്ടാവുമെങ്കിലും ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. അതും സത്യമാണ്. എന്നാലും മുടക്ക് മുതലേനും കിട്ടണ്ടേ? നമുക്കിവിടെ മുന്നിലുള്ളത് ഒരു വടക്കൻ വീരഗാഥ എന്ന വലിയ സിനിമയാണെന്ന് ആലോചിക്കണം. മലയാള സിനിമ എക്കാലത്തും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമ 35 വർഷത്തിന് ശേഷം അത് 4Kയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 4Kയിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതൽ സാമ്പത്തികമായി വിജയിച്ചത് മോഹൻലാലിൻ്റെ സിനിമയാണെന്നുള്ള കാര്യം യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ വടക്കൻ വീരഗാഥ ആദ്യത്തെ ദിവസം ഞാൻ കണ്ട തിയേറ്ററിൽ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇപ്പോൾ കുറേയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിത് മിക്ക ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, 35 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ല, ഞങ്ങൾ ഈ 4K ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷെ 35 വർഷം അന്ന് കണ്ട ആ സിനിമയുടെ ഫ്രഷ്നെസ്, ആ പുതുമ ഇപ്പോഴും ഞങ്ങളെ വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ എടുത്ത ഏറ്റവും പുതിയ റിലീസ് സിനിമയായാണ് തോന്നുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആലോചിപ്പോൾ ഞാൻ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. ഇപ്പം അതിൻ്റെ മറ്റു കാരണിക്കല്ല പോകുന്നത്. ആ ഷൂട്ടിംഗ് പോയ സമയത്ത് അതിൻ്റെ ചില നടന്മാർക്ക്, നടികൾക്ക്, ഇതിൻ്റെ കുതിരകൾക്ക് പോലും പരിക്കേറ്റിട്ടുണ്ടായി. അങ്ങനെ എടുത്തൊരു സിനിമയാണ്. അവർ പിന്നെ ഓർമ്മിക്കേണ്ട വേറൊരാളുണ്ട് ഇപ്പോൾ ഇവിടെ. ഹരിഹരൻ, സംവിധായകൻ ഹരിഹരൻ, എഴുത്തുകാരൻ MT, നിർമ്മാതാവ് PVG, അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയാവുന്നത് ഇതിൻ്റെ ആദ്യത്തെ നിർമ്മാതാവ് ശരിക്കും PV ഗംഗാധരൻ അല്ലായിരുന്നു എന്നുള്ളതാണത്. അത് ആദ്യത്തെ നിർമ്മാതാവ് ഉദയ സ്റ്റുഡിയോക്കാരാണ്. ഉദയ സ്റ്റുഡിയോയിൽ നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ ഫാദർ ബോബൻ കുഞ്ചാക്കയാണ്. കാരണം കുഞ്ചാക്കോ മരിച്ചതിന് ശേഷം ഉദയയുടെ നേതൃത്വം ഏറ്റെടുത്തത് ബോബൻ കുഞ്ചാക്കയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ബോബൻ കുഞ്ചാക്കോ ഒരു വടക്കൻ വീരഗാഥ ചെയ്യാൻ വേണ്ടി ഹരിഹരനോട് പറഞ്ഞപ്പോൾ ഹരിഹരനും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും കൂടി മദ്രാസിൽ നിന്ന് ഉദയ സ്റ്റുഡിയോയിൽ വന്നു. അവിടുത്തെ അപ്പോൾ ഒറ്റ കാര്യമേ ബോബൻ പറഞ്ഞുള്ളൂ, നിലവിൽ ഞങ്ങൾ ചെയ്ത വടക്കൻ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഒരു സിനിമയാണ് വേണ്ടത്. അന്ന് അതുവരെ അവരെടുത്ത എല്ലാ സിനിമകളും ഹരിഹരനും മങ്കൊമ്പും ഇട്ട് കണ്ടു. അതുമാത്രമല്ല, ഈ വടക്കൻ പാട്ടിനെക്കുറിച്ച് ശേഖരിക്കാവുന്ന എല്ലാ പുസ്തകങ്ങളും രേഖകളും അവർ വായിച്ചു പഠിച്ചു. അങ്ങനെ ഉണ്ണിയാർച്ചയെ മുൻനിർത്തിക്കൊണ്ട് ഒരു സിനിമ തയ്യാറാക്കി എന്നാലോചിക്കണം. ആ സിനിമ തയ്യാറാക്കി അതിൻ്റെ ആദ്യത്തെ വർക്കുകളൊക്കെ മദ്രാസിൽ പ്ലാൻ ചെയ്തു തുടങ്ങി വെച്ചപ്പോഴാണ് അതിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട്, രൂക്ഷമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ബോബൻ കുഞ്ചാക്കോ ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിൽ പോകുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അന്ന് ആ ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നു. അങ്ങനെ ആ സിനിമ ഇല്ലാതായി. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ PVGയുടെ നേതൃത്വത്തിൽ കുറേ നല്ല സിനിമകൾ എടുക്കുന്നുണ്ട്. PVGയുടെ സിനിമകൾ തന്നെ ഹരിഹരനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ PVG വിളിച്ച് ഹരിഹരനോട് പറയുകയാണ്, നമുക്കൊരു നല്ല സിനിമ കൂടി ചെയ്യണം, അതൊരു വടക്കൻ പാട്ടായാൽ കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ ഹരിഹരൻ്റെ മനസ്സിൽ അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഉദയയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തൊരു സിനിമ വടക്കൻ വീരഗാഥ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ MT പോയി കാണുന്നു, MTയുമായി സംസാരിക്കുന്നു. MT അത് ഓക്കെ പറയുകയാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹരിഹരൻ്റെ സങ്കല്പത്തിൽ ഉണ്ണിയാർച്ചയുടെ വീക്ഷണത്തിലൂടെ പോകുന്നൊരു വടക്കൻ പാട്ടായിരുന്നു ഹരിഹരൻ്റെ മനസ്സിൽ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ MT പറഞ്ഞു, അതിനേക്കാൾ നന്നായിരിക്കുക, നമുക്ക് ഉണ്ണിയാർച്ചയാണ് നമുക്ക് അതിനേക്കാൾ നന്നായിരിക്കുന്നത് ഇതിൽ വടക്കൻ പാട്ടിൽ ചന്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമയായിരിക്കണം. കാരണം ചന്തുവിനെക്കുറിച്ച് അതുവരെ പാടി പുകഴ്ത്തി പറഞ്ഞിരിക്കുന്ന, നിശിതമായി വിമർശിക്കുന്നത് ചതിയൻ ചന്തു എന്നുള്ള പേരിലാണെന്ന് ആലോചിക്കണം. അപ്പം ഇതുവരെ ചന്തുവിൻ്റെ കഥാപാത്രം ചതിയൻ ചന്തു എന്നുള്ള നമുക്കതൊന്ന് മാറ്റി എടുത്താലോ എന്ന്.
അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ് ഹരിഹരൻ തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ 4K കാണുന്ന ഒരു വടക്കൻ വീരഗാഥ സിനിമയ്ക്ക് ഉണ്ടാവാൻ കാരണം. പിന്നെ എല്ലാം ദ്രുതഗതിയിലായിരുന്നു. പിന്നെ MT അത് എഴുതുന്നു, ഇവർ ഡിസ്കസ് ചെയ്യുന്നു, എല്ലാം എഴുതുന്നു. അപ്പോൾ എഴുതുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു എഴുത്തുകാരൻ അതിപ്രശസ്തനാകുമ്പോൾ സംവിധായകൻ എത്ര കഴിവുണ്ടവനായാലും അയാൾ മറന്നു പോകുന്നു, അയാൾ പലരും ഓർക്കാൻ പേടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ എത്ര വിമർശിക്കേണ്ടവർ വിമർശിച്ചോളൂ. ഈ ഹരിഹരനും MTയും ചേർന്ന് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾ ഒന്നിനും MTക്ക് അവാർഡ് കിട്ടാതെ ഹരിഹരന് അവാർഡ് കിട്ടിയിട്ടില്ല. ഹരിഹരനേക്കാൾ കൂടുതൽ അവാർഡ് കിട്ടിയ MTക്ക് തന്നെയാണ് ആലോചിക്കണം. എഴുത്തിന് മാത്രമല്ല, മറ്റ് ഘടകങ്ങളിലും. അതായത് ഹരിഹരന് MTയുടെ സാഹിത്യ പടങ്ങളിൽ അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് വിമർശിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകനിൽ ഞാൻ മാത്രമായിരിക്കും അത് എഴുതിയിട്ടുണ്ടായി. അതിൻ്റെ പേരിൽ ചില സൗന്ദര്യ പണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പേടിയായിരുന്നു. നിരൂപണം ചെയ്യുമ്പോഴും പറയുമ്പോഴും പേടിയുള്ളവരാരും ഈ രംഗത്ത് വരാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, ഇപ്പം MT ഈ ഇല്ലാതായ കൊണ്ടല്ലേ? അല്ല, MT മുമ്പും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. MT ആയിട്ടൊരു സൗന്ദര്യ പണക്കൊണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുറ്റപ്പെടുത്തല്ല. പിന്നെ ഈ ഒരു അവാർഡ് കിട്ടി വിദേശത്ത് പോയിട്ടാണ് ഹരിഹരൻ ഒരു അവാർഡ് വാങ്ങിയെന്ന് ആലോചിക്കണം. ഞാനിത് പറയുമ്പോൾ ഇപ്പം പറയുന്ന ആരാ? ഇപ്പം MT ഇപ്പം മമ്മൂട്ടിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മമ്മൂട്ടിക്ക് പരിക്കേറ്റ കാര്യം പറയുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിക്ക് മാത്രമല്ല പരിക്കേറ്റത്. ഞാൻ പലപ്പോഴും കൊല്ലങ്കോടായാലും കോഴിക്കോടായാലും മറ്റു ഒക്കെ പോയിട്ടുള്ളതാണിത്. അവിടെ ഹരിഹരന് ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഡൂപ്പുകൾ കഴിയുന്നതും ഉണ്ടാകാൻ പാടില്ല ഈ സിനിമയ്ക്ക്. കളരി മിക്കതും പഠിച്ചിരിക്കണം, വാൾപ്പയറ്റ് പഠിച്ചിരിക്കണം. ഇപ്പോൾ സുരേഷ് ഗോപി അറിയാലോ, മമ്മൂട്ടിക്ക് മുമ്പ് ആ സിനിമയിൽ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ളൊരു നടനാണ് സുരേഷ് ഗോപി എന്നാലോചിക്കണം. ആ സുരേഷ് ഗോപിക്ക് മാധവിയുടെ ഭർത്താവിൻ്റെ റോള് കേൾപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു വരുന്നത് എന്താ, ഇത് സുരേഷ് ഗോപിക്ക് പറ്റുമോ എന്നുള്ളത്. പക്ഷേ സുരേഷ് ഗോപിയുടെ ആഹാര സഷ്ടവും കണ്ണുകളും മറ്റുമെല്ലാം കണ്ടുകൊണ്ട് ഹരിഹരന് പറ്റും. അങ്ങനെ കളരിപ്പറ്റി പഠിപ്പിക്കുക ചെയ്ത് നമ്മൾ ആ സിനിമ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്. സുരേഷ് ഗോപി നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ആ ചുരുക്കിയെടുത്ത് ഇങ്ങനെ ചുറ്റുന്നൊരു സിനിമ, അത് അത്രയും മനോഹരമായിട്ട്. അത് പെട്ടെന്ന് ചെയ്തതല്ല, അത് സംവിധായകൻ്റെ കഴിവുകൊണ്ട് പഠിപ്പിച്ചെടുത്തുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും സുരേഷ് ഗോപിക്ക് പരിക്കേറ്റിട്ടുണ്ട്, മമ്മൂട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. മമ്മൂട്ടിക്ക് 2 പരിക്കേറ്റിട്ടുണ്ട്, വാളുകൊണ്ട് മാത്രമല്ല. മമ്മൂട്ടി പറയാത്തൊരു കാര്യമാണ്, ഈ കുതിരപ്പുറത്ത് ചാടി കയറുക എന്നുള്ള നിസ്സാര കാര്യമൊന്നുമല്ല. പാട്ട് സീൻ കണ്ട് അതിമനോഹരമായ പാട്ട് സീൻ ഉണ്ടല്ലോ, ആ പാട്ട് സീൻ നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ കുതിരയുടെ ചവിട്ട് ഏറ്റ കാര്യം മമ്മൂട്ടി പറഞ്ഞിട്ടില്ല, പറയുമായിരിക്കാം. അതുപോലെ മാധവിക്ക് പരിക്കേറ്റിട്ടുണ്ട്, എന്നിട്ട് കുതിരകൾക്ക് പോലും പരിക്കേറ്റിട്ടുണ്ട്, പേര് പറയാൻ പറ്റാത്ത എത്രയോ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ നമ്മൾ ആസ്വദിക്കുമ്പോൾ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ പേരുടെ കഠിനാധ്വാനമുണ്ട്, കുറേ പേരുടെ ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ആലോചിക്കണം. പറഞ്ഞു വരുന്നത്, യുദ്ധം എന്ന് എനിക്കോ മറ്റുള്ളവർക്കോ എഴുത്തുകാരനോ എഴുതി വയ്ക്കാം. യുദ്ധം എങ്ങനെ ചിത്രീകരിക്കണം തീരുമാനിക്കുന്നത് സംവിധായകനാണ്. അങ്ങനെ എഴുതി വെച്ച പല കാര്യങ്ങളും നമ്മൾ അതിശയോക്തി കലർത്തിക്കൊണ്ട് അത്ഭുതബോധത്തോടെ തന്നെ ചിത്രീകരിച്ചത് ഹരിഹരനാണ്. ഒരു വാക്ക് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ആദ്യത്തെ പ്രിവ്യൂ 35 വർഷം മുമ്പ് ഈ സിനിമ കഴിഞ്ഞു ആദ്യത്തെ പ്രിവ്യൂ മദ്രാസിൽ പ്രദർശിപ്പിച്ചത്. അന്ന് മാധ്യമപ്രവർത്തകൻ ഞാനും അടക്കമുള്ളപ്പോൾ ഈ ബാലു മഹേന്ദ്ര പക്ഷേ സംവിധായകൻ ബാലു മഹേന്ദ്രൻ പ്രതാപോധൻ അടക്കമുള്ളവർ ഈ സിനിമ കാണാൻ വന്നിരുന്നാലേക്കണം. ഈ സിനിമ കണ്ട് ബാലു മഹേന്ദ്ര ഹരിഹരനെ കെട്ടിപ്പിടിച്ച്, അതായത് ഉമ്മ വയ്ക്കുന്ന രംഗം ഞാൻ കണ്ടിട്ടുള്ളതായിരിക്കണം. അന്ന് അത്രയും മനോഹരമായി എടുത്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാ സെഷനും സംവിധായകൻ ഇത്രയും എന്നും അഭിനന്ദനം അറിയിക്കുന്നു. സംവിധായകൻ, ക്യാമറമാന്, എഴുത്തുകാരൻ, ഒക്കെ എല്ലാവരുടെ ഒരു കൂട്ടായ സിനിമയായിരുന്നു അന്ന് ഒരു വടക്കൻ വീരകഥ എന്നാലോചിക്കണം. അതിന് ഒരാൾ മാത്രം ക്രെഡിറ്റ് എടുത്ത് പോകുമ്പോൾ വേദന തോന്നുമെന്നുള്ളതാണത്. എന്തായാലും ഈ 4Kയിലെ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ആളിങ്ങനെ ഓരോ ദിവസത്തിന് കൂടി വരുന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാ നല്ല സിനിമകളും 4Kയിൽ വന്നുകൊണ്ട് കുറേ കൂടി ജീവനുള്ളതാക്കി മാറാൻ കഴിയട്ടെ.